തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. തന്നെ വെട്ടി PM മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് എടുത്തതിൽ മുഖ്യമന്ത്രിയെ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് അതൃപ്തി അറിയിച്ചു എന്നാണ് സൂചന. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നും വിവരമുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ കഴിഞ്ഞ 16-ാം തീയതിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്മാർട്ട് സിറ്റി റോഡ് അതിൻ്റെ ഉദ്ഘാടനം PM മുഹമ്മദ് റിയാസ് നടത്തിയത്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അവസാന നിമിഷം മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള അറിയിപ്പ് വന്നു. അങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഗതാഗതം സുഗമമായി ഈ റോഡ് വഴി നടക്കുന്നുമുണ്ട്. പക്ഷേ അതല്ല വിവാദത്തിന് കാരണം ഈ പദ്ധതി എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റിക്ക് കീഴിലാണ്. അതായത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രവും സംസ്ഥാനവും തുല്യ വിഹിതമെടുക്കുകയും ബാക്കി തുക കോർപ്പറേഷൻ എടുക്കുകയും ചെയ്താണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. 12 റോഡുകളാണ്. ആകെ 200 കോടി രൂപയാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നത്. അതിൽ 80 കോടി രൂപ വീതം സംസ്ഥാന സർക്കാരും കേന്ദ്രവും വഹിക്കും. ബാക്കി തുക കോർപ്പറേഷനാണ് വഹിക്കുന്നത്. ഈ 80 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കുന്ന 80 കോടി രൂപയും ചെലവഴിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ് ഈ റോഡിൻ്റെ അവകാശി എന്ന് പറയുന്നത്. പക്ഷേ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ചുമതല അത് കേരള റോഡ് ഫണ്ട് ബോർഡിനാണ്. അതായത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഒരു കേരള റോഡ് ഫണ്ട് ബോർഡിന് ഇതിൻ്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്നു. പക്ഷേ ഉദ്ഘാടന സമയമായപ്പോൾ ഈ റോഡിൻ്റെ അവകാശി, യഥാർത്ഥ വകുപ്പ് അവകാശി എന്ന് പറയാവുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഇതിൽ സ്ഥാനമുണ്ടായില്ല. പരസ്യങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും പൂർണ്ണമായി നിറഞ്ഞു നിന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമാണ്. അതിൽ ആദ്യം തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉദ്ഘാടന സമയത്ത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പരിപാടിക്ക് എത്തില്ല എന്നുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്തായാലും അന്ന് മുഖ്യമന്ത്രി എത്താത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൻ്റെ അതൃപ്തി, അതായത് ക്രെഡിറ്റ് തന്നെ വെട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അതൃപ്തി മുഖ്യമന്ത്രി അറിയിക്കുകയും അതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ അവസാന നിമിഷം വരേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തതാണ് സൂചന. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിപ്പോൾ ആ വിവരം ഇപ്പോൾ തള്ളുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് അത്തരമൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത വരാൻ കാരണം സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ ശോഭ കെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കുന്ന തീരുമാനപ്രകാരമാണ് എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.